22 സെൻറ് സ്ഥലം 3110 സ്ക്വയർ ഫീറ്റിൽ 2 നിലകളിലായിട്ട് 4 അറ്റാച്ച്ഡ് ബെഡ്റൂമോടുകൂടി പണിതീർത്തിരിക്കുന്ന പുതിയ വീട് വിൽപ്പനയ്ക്ക്. എറണാകുളം ജില്ലയിൽ കോതമംഗലത്താണ് ഈ പ്രോപ്പർട്ടി. കോതമംഗലം ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരം ഈ സ്ഥലത്തേക്കുണ്ട്. വാഹനങ്ങൾ വീടിന് ഫ്രണ്ടിൽ എത്തിച്ചേരുന്നതിനുള്ള വഴി സൗകര്യമുള്ള പ്രോപ്പർട്ടിയാണ്. വീടിന് ഫ്രണ്ടിലൂടെ ടാർ റോഡും ഒരു സൈഡിലൂടെ പ്രൈവറ്റ് റോഡുമാണുള്ളത്. മുറ്റത്ത് 4-5 വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള സ്പേസ് ഉണ്ട്. കൂടാതെ വലിയൊരു വാഹനം പാർക്ക് ചെയ്യുവാനുള്ള കാർ പോർച്ചും. വീടിന് പുറകുവശത്തേക്കായിട്ടാണ് കൂടുതൽ സ്ഥലം കിടക്കുന്നത്. കുടിവെള്ളത്തിന് വേണ്ടി വറ്റാത്ത കിണർവെള്ള സൗകര്യമുണ്ട്. വെള്ളം കയറാത്ത സ്ഥലമാണ്. ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് സിറ്റ് ഔട്ട്, ഒരു ലിവിങ് റൂം, ഫാമിലി ലിവിങ് റൂം, ഡൈനിങ് ഹാള്, 2 കിച്ചൺ, 2 അറ്റാച്ച്ഡ് ബെഡ്റൂം മുതലായ സൗകര്യങ്ങളാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. മാർക്കറ്റിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച മെറ്റീരിയൽ ഉപയോഗിച്ചാണ് വീടിൻ്റെ പണി ചെയ്തിരിക്കുന്നത്. വയറിംഗ് ആണെങ്കിലും സ്വിച്ച് ആണെങ്കിലും ടൈലാണെങ്കിലും അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിങ്സ് ആണെങ്കിലും ഏറ്റവും മികച്ച മെറ്റീരിയൽ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ നിന്നുള്ളവർക്ക് എറണാകുളം ജില്ലയിൽ സ്ഥലം വാങ്ങി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. 1.5 കിലോമീറ്ററിനുള്ളിൽ അമ്പലം, പള്ളി മുതലായ സൗകര്യങ്ങളുണ്ട്. കൂടാതെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, +2 സ്കൂള്, CBSE സ്കൂള്, ദന്തൽ കോളേജ്, ഗവൺമെൻറ് ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ മുതലായ സൗകര്യങ്ങളുണ്ട്. എറണാകുളം, ഇടുക്കി മുതലായ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ബസ് സർവീസുകളുള്ള ഏരിയയാണ്. വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് വലിയൊരു ഹാള്, 2 അറ്റാച്ച്ഡ് ബെഡ്റൂം, ഒരു ബാൽക്കണി മുതലായ സൗകര്യങ്ങളുണ്ട്. ഹാളിൻ്റെ ഒരു വശത്തായിട്ട് റൂഫ് ചെയ്തെടുക്കാവുന്ന ഏകദേശം 700ഓളം സ്ക്വയർ ഫീറ്റുള്ള ഒരു സ്പേസ് ഉണ്ട്. 22 സെൻറ് സ്ഥലത്തിനും 3110 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമോടുകൂടി പണിതിരിക്കുന്ന വീടിനും ചോദിക്കുന്ന വില 2.25 കോടി രൂപയാണ്. 50 ലക്ഷം വില വരുന്ന ഏതെങ്കിലും പ്രോപ്പർട്ടിയുമായിട്ട് എക്സ്ചേഞ്ചിനും തയ്യാറാണ്. ഈ പ്രോപ്പർട്ടി 11 സെൻറ് സ്ഥലവും വീടുമായിട്ടും വിൽക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിക്കാൻ മറക്കരുത്.